എല്ലാവരും സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 വോളിയം 2ൻ്റെ ത്രില്ലിലിരിക്കാവില്ലേ. ഇത് സ്ട്രീം ചെയ്യുന്ന 300 മില്യൻ്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നെറ്റ്ഫ്ലിക്സ് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. ലെറ്റ് മീ ടെൽ യു ദി സ്റ്റോറി ഓഫ് നെറ്റ്ഫ്ലിക്സ് ഹു ചേഞ്ച്ഡ് ഹൗ ദ വേൾഡ് വാച്ചസ് സ്റ്റോറീസ്. കാസറ്റ് തിരിച്ചു കൊടുക്കാൻ വൈകിയതിൽ പിഴ അടയ്ക്കേണ്ടി വന്ന ഒരു സിനിമാ പ്രേമിയുടെ ആഗ്രഹം കൊണ്ട് മുളച്ചു വന്ന ഒന്നല്ല നെറ്റ്ഫ്ലിക്സ്. 1997 റീഡ് ഹാസ്റ്റിങ്സും മാർക്ക് റണ്ടോൾഫും കൂടി ചേർന്ന് നെറ്റ്ഫ്ലിക്സ് സ്ഥാപിക്കുന്നത്. അന്ന് അമേരിക്കയിൽ ബ്ലോക്ക് ബസ്റ്റർ എന്നൊരു കമ്പനിയായിരുന്നു സിനിമ റെന്റൽസിൽ മൊണോപ്പൊളി ഉണ്ടായിരുന്നത്. വീഡിയോ ടേപ്സുകളും ഡിവിഡികളും സ്റ്റോറുകളിൽ വാടകയ്ക്ക് കൊടുക്കുന്നു. ആളുകൾ സ്റ്റോറുകളിലേക്ക് ചെല്ലണം, ഓരോന്നിനും വാടക അടയ്ക്കണം. ഒരു ദിവസം വൈകിയാൽ പോലും $7 വരെ പിഴ അടയ്ക്കണമായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് DVD സ്റ്റോറുകളിൽ പോയി വാടകയ്ക്ക് എടുക്കുന്ന പോലെ. റീഡ് ഹാസ്റ്റിങ്സിന് ഈ ഒരു രീതിയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാറ്റുന്നതിനായിട്ട് അവർ DVD കാണികളുടെ വീട്ടിലേക്ക് പോസ്റ്റലായിട്ട് അയക്കുകയും മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടിയും കൊണ്ടുവന്നു. അതും ലേറ്റ് ഫീ ഇല്ലാത്ത തരത്തിൽ. ഈ ഒരു രീതി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും വലിയൊരു ഗ്രോത്ത് ഒന്നും നെറ്റ്ഫ്ലിക്സിന് ഉണ്ടായില്ല. അങ്ങനെ നെറ്റ്ഫ്ലിക്സ് ബ്ലോക്ക് ബസ്റ്ററിനെ അപ്രോച്ച് ചെയ്യുകയും തങ്ങളുടെ ഈ ചെറിയ കമ്പനി വാങ്ങണമെന്നും റിക്വസ്റ്റ് ചെയ്തു. നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു പുതിയൊരു ഓൺലൈൻ ഐഡിയയും ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ലാർജ് കസ്റ്റമർ ബേസ് ഉണ്ടെങ്കിൽ രണ്ട് കമ്പനിയും ഗുണം ചെയ്യുന്ന റീഡ് ഹാസ്റ്റിങ്സ് വിശ്വസിച്ചു. പക്ഷെ ബ്ലോക്ക് ബസ്റ്റർ അവർ റിജക്റ്റ് ചെയ്തു. കാണികൾ സ്റ്റോറിൽ നേരിട്ട് എത്തുമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ 2000 കൂടി ഇന്റർനെറ്റ് ടെക്നോളജി വളർന്നു. നെറ്റ്ഫ്ലിക്സ് എന്ത് ചെയ്തെന്ന് വിചാരിച്ചാൽ അവരുടെ കയ്യിലുള്ള പഴയ DVD സിനിമകൾ ഓൺലൈൻ സ്ട്രീമിങ്ങിലേക്ക് മാറ്റി. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാമെന്ന രീതി ജനങ്ങൾ ഏറ്റെടുത്തു. ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ ബ്ലോക്ക് ബസ്റ്റർ പതിയെ തകരാനും തുടങ്ങി. ഇതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ വിജയത്തിൻ്റെ തുടക്കം. ഓൺലൈൻ സ്ട്രീമിങ്ങിൻ്റെ ഒപ്പം യൂസറുകൾ കാണുന്ന രീതികൾ വിശകലനം ചെയ്ത്, അതായത് ഒരു യൂസർ എന്തൊക്കെയാണ്, എങ്ങനത്തെ ജേണൽസാണ് കാണുന്നത്, എപ്പോഴൊക്കെയാണ് കാണുന്നതൊക്കെ മനസ്സിലാക്കി അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പവർഫുൾ റെക്കമെൻഡേഷൻ അൽഗോരിതം നെറ്റ്ഫ്ലിക്സ് വികസിപ്പിച്ചെടുത്തു. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ മാത്രം നമ്മുടെ ഫീഡിൽ വരുന്ന രീതി മാത്രമല്ല, ഒറ്റ ഇരിപ്പിൽ ഒരു സീസൺ മുഴുവൻ കണ്ടു തീർക്കുന്ന ബിഞ്ച് വാച്ചിങ് എന്ന രീതിയിൽ കാണികൾക്ക് മടുക്കാതിരിക്കാനായി ക്രെഡിറ്റ്സും മറ്റുള്ളവ സ്കിപ്പ് ചെയ്യുന്ന സ്കിപ്പ് ഇൻട്രോയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നെറ്റ്ഫ്ലിക്സ് അവരുടേതായ ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയെടുത്തു. ഹൗസ് ഓഫ് കാർഡ്സ് എന്ന വെബ് സീരീസിലൂടെ അവർ സ്വന്തമായിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ ഇന്ന് കേൾക്കുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഇൻട്രോ മ്യൂസിക് ഈ വെബ് സീരീസിന് അഡാപ്റ്റ് ചെയ്തതാണ്.